തളടർന്നു വീണു പോകയോ, നാഥമിഴി നനഞ്ഞുലഞ്ഞു തൂകയോ. വിചിത്രമായ ഒരു പക്ഷം ചേരൽ നമ്മളിത് കാണുന്നുണ്ട്. ഒരു വിചിത്രമായ ഒരു പക്ഷം ചേരൽ അത് സുവിശേഷം വായിക്കുമ്പോൾ ശിഷ്യന്മാരുടെ ഇടയിൽ നിന്ന് നമുക്കത് കാണാം. ശരിക്കും ഗുരുവിനോട് ചേർന്ന് നിൽക്കേണ്ടവരാണ് ശിഷ്യന്മാർ. കർത്താവ് ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ എന്താ പറഞ്ഞേ? മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്നാണ്. പക്ഷെ അതേ ശിഷ്യന്മാർ മനുഷ്യരെ പേടിച്ച് മാറി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കുറച്ചൊക്കെ യേശുവിനെ പിടിച്ചുകൊണ്ടുപോയപ്പോൾ അവർ അനുഗമിച്ചു. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 14-ാം അധ്യായം 50-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ടത്. പക്ഷെ പേടിച്ചിട്ട് അങ്ങോട്ട് പോകുന്നില്ല. ഒരു യുവാവ് പുതച്ചു മൂടി ആരും കാണാതെ യേശുവിനെ അനുഗമിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അവനെ പടയാളികൾ കണ്ടപ്പോൾ പുതപ്പും കൂടി വലിച്ചെറിഞ്ഞിട്ട് അവൻ ഓടിപ്പോകുന്നത് നമ്മളവിടെ കാണുന്നുണ്ട്. ശരിക്കും കൂടെ നിൽക്കേണ്ടവരല്ലേ ശിഷ്യന്മാർ? 3 വർഷം തേനൂട്ടി, പാലൂട്ടി, താരാട്ടുപാടി കൊണ്ടു നടന്നവരായി 12 പേര്. 72 പേരെ അയക്കുന്നു. അങ്ങനെ ഒത്തിരി പേരുണ്ട് ശിഷ്യന്മാരായിട്ട്. പക്ഷേ ആരും ഈ സങ്കടകാലത്ത് കൂടെ വരാൻ ആരും ഉണ്ടായില്ല. യേശുവിൻ്റെ പുറകെ തല ഉയർത്തി 3 വർഷം നടന്നതാ അവർ. എന്തൊരു അഭിമാനമായിരുന്നു! യേശുവിൻ്റെ ശിഷ്യനാണെന്ന് പറയുന്നതിൽ ഭയങ്കര അഭിമാനത്തോടു കൂടി നടന്നതാ. ഇന്ന് അത് പറയാൻ അവർക്കൊരു അപമാനമാണ്. അതുകൊണ്ടാണ് അവർ മാറി നടക്കുന്നത്, ആരും കാണാതെ. വലിയ ഉറച്ച വിശ്വാസത്തോടെ പിന്നാലെ നടന്നപ്പോൾ ഒരഹങ്കാരത്തിൻ്റെ മുഖമുണ്ടായിരുന്നു ശിഷ്യന്മാർക്ക്. അതിലൊരാൾ യൂദാസ് ഒറ്റിക്കൊടുത്തു, വെറും 30 വെള്ളി നാണയത്തിന്. പത്രോസേ, നീ പാറയാകുന്നു, നിന്റെ പാറമേൽ ഞാനൊരു സഭ പണിയും എന്നൊക്കെ പത്രോസിനെ വിശേഷിപ്പിച്ചത് കർത്താവ്. അത്രമാത്രം ഉറച്ച വിശ്വാസമായിരുന്നു പത്രോസിന്. പക്ഷേ ആ പാറയ്ക്കും അനക്കം തട്ടുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആ പാറയായ പത്രോസ് പോലും ഉപേക്ഷിച്ച് പോകുന്നതാണ്. സഭയുടെ താക്കോലൊക്കെ ഏൽപ്പിക്കുമെന്നൊക്കെ പറഞ്ഞെങ്കിലും കർത്താവ് മരിക്കാൻ പോകണമെന്ന് കണ്ടപ്പോൾ പേടിച്ചു വിറച്ച് അവരും മാറി നടന്നു. ഒരു പരിചാരിക, ആ സ്ത്രീ പത്രോസിനോട് പറഞ്ഞെന്താ, നീയും കൂടെയുള്ളവനല്ലേ? നീയും ആ നസ്രായനായ യേശുവിനോട് കൂടെയുള്ളവനല്ലേ എന്നുള്ള ആ ചോദ്യത്തിന് പത്രോസ് കൊടുത്ത ഉത്തരം എന്താ? ഞാൻ അവനെ അറിയില്ല. അതാ പത്രോസ് കൊടുത്തത്. യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായം 17-ാം വാക്യം. 1 അല്ല 3 പ്രാവശ്യം കർത്താവ് നേരത്തെ വാണിംഗ് കൊടുത്തിട്ടുണ്ട്. ഒരുവൻ ഒറ്റയ്ക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. 3 പ്രാവശ്യം പത്രോസെ നീ തള്ളിപ്പറയുമെന്ന് പത്രോസിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞതാണ്. എന്നിട്ടും അതൊന്നും പത്രോസ് ഓർത്തില്ല. 1 പ്രാവശ്യമല്ല 3 പ്രാവശ്യം തള്ളിപ്പറയുമെന്ന് ഒരു വാണിംഗ് കൊടുത്തതാണ്. ആ വാണിംഗ് കൊടുത്ത പത്രോസിനെ കളിയാക്കാൻ ആൺപിള്ളേരില്ലാതിരുന്നത് കൊണ്ട് കോഴി കൂവി എന്ന് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഗത്സമൻ വരെ അവരെല്ലാവരും ഉണ്ടായിരുന്നു. പ്രാർത്ഥിക്കാൻ പോയി. കർത്താവ് പ്രാർത്ഥിച്ചു, അവർ കിടന്നുറങ്ങി. പക്ഷെ ഗത്സമൻ നിന്ന് കാൽവരി വരെ കർത്താവ് ഒറ്റപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. കൂടെ നിൽക്കേണ്ടവരും കൂട്ടിരിക്കേണ്ടവരും ഒന്നും കർത്താവിൻ്റെ കൂടെയില്ല. ഇതെല്ലാം കർത്താവ് മുൻപേ അറിയിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ ഒറ്റിക്കൊടുക്കപ്പെടും, കുരിശിലേറ്റപ്പെടും എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇതൊന്നും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞതല്ലാതെ
കൂടെ നിൽക്കാൻ ആരും ഉണ്ടായില്ല എന്നുള്ളതാണ്. കർത്താവ് തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മത്തായി സുവിശേഷകൻ 10:17, മനുഷ്യരെ സൂക്ഷിച്ചു കൊള്ളുവാൻ, മനുഷ്യരാണ് ഇവരെയൊക്കെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഒരു വാണിംഗ് കർത്താവ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കൂടെ നിൽക്കും, പക്ഷെ കുറേ കഴിയുമ്പോൾ ഇട്ടിട്ട് പോവും, ഒറ്റയ്ക്ക് കൊടുക്കും, തള്ളിപ്പറയും. ഇതൊക്കെ കൂടെ നിൽക്കുമ്പോൾ ഭയങ്കര സ്നേഹം, ഒന്ന് പോയി കഴിയുമ്പോൾ ഇല്ലാത്ത കുറ്റങ്ങളില്ല. കർത്താവിൻ്റെ കൂടെ നടന്നപ്പോൾ ഭയങ്കര അഭിമാനം, കർത്താവ് അങ്ങോട്ട് ഇല്ലാതായപ്പോൾ അപമാനം, പോയി കഴിയുമ്പോൾ ഇല്ലാത്ത കുറ്റങ്ങളില്ല. ഒറ്റിക്കൊടുത്തവൻ തള്ളിപ്പറഞ്ഞവനും ഒക്കെ ഈ കൂട്ടത്തിലുണ്ട്. നമ്മുടെയൊക്കെ ജീവിത രീതി പലപ്പോഴും അങ്ങനെയാണ്. കൂടെ നടക്കുമ്പോൾ ഭയങ്കര സ്നേഹമാണ്, ഇല്ലാതാകുമ്പോൾ വയ്ക്കാവുന്ന പാരകളൊക്കെ വയ്ക്കും. എവിടെ പാര വയ്ക്കാമോ അവിടെയൊക്കെ പാര വയ്ക്കും. പത്രോസെങ്കിലും കൂടെ കാണുമെന്നാണ് കർത്താവ് വിചാരിച്ചത്, പക്ഷെ പത്രോസ് വന്നില്ല. ഇനി യോഹന്നാനും യാക്കോബും ഒക്കെ ബന്ധുക്കളാണ്, അവരെങ്കിലും കൂടെ കാണുമെന്ന് വിചാരിച്ചു, അവരുമില്ല. ഇതാണ് ലോകം, ആരും കൂടെ ഉണ്ടാവില്ല. പേടിച്ചിട്ട് ഒളിഞ്ഞു നിന്ന് കണ്ടതല്ലാതെ അടുത്തു വരാൻ ആരും ഉണ്ടായില്ല എന്നുള്ളതാണ്. വന്നു ആരാ? യേശുവിനെക്കുറിച്ച് കേട്ടതല്ലാതെ അറിയാത്ത ഒരാളുണ്ട്, ശിമയോൻ, സഹായിക്കാൻ കൂടെ ഉണ്ടായി. വെറോനിക്ക ഒന്ന് മുഖം തുടച്ചു, പിന്നെ ആരും ഉണ്ടായില്ല. ഇതാണ് ലോകത്തിൻ്റെ അവസ്ഥ, കൂടെ വരാൻ ആരും ഉണ്ടാവില്ല. അത് ഓർക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇതളടർന്നു വീണു പോകയോ, നാഥമിഴി നനഞ്ഞുലഞ്ഞു തൂകയോ, കരളുരുകി കഥനവീഥിയിൽ ഏകനായി നിൽക്കയാണു ഞാൻ, കരളുരുകി കഥനവീഥിയിൽ ഏകനായി നിൽക്കയാണു ഞാൻ. ഇതളടർന്നു വീണു പോകയോ, നാഥമിഴി നനഞ്ഞുലഞ്ഞു തൂകയോ.